നമസ്കാരം. ടോപ് 10ലേക്ക് സ്വാഗതം. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് നാളെ. ഗവൺമെന്റിന്റെ വാർഷിക സാമ്പത്തിക പദ്ധതിയാണ് കേന്ദ്ര ബജറ്റ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ പെട്ടി തുറക്കുമ്പോൾ സംസ്ഥാനങ്ങളുടെ ആശകൾ വാനോളമാണ്. കേന്ദ്ര ബജറ്റിൽ എന്തൊക്കെയെന്ന ആകാംക്ഷയിലാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ. 29 ആവശ്യങ്ങളാണ് കേരളം ഉന്നയിച്ചത്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? നിർമ്മല സീതാരാമന്റെ 9ാം ബജറ്റിൽ കാത്തുവച്ചിരിക്കുന്നത് എന്ത്? സമഗ്രമായ വാർത്തയിലേക്ക് വരാം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. വ്യവസായി CJ റോയിയുടെ മരണം അന്വേഷിക്കാൻ SIT. DIG വംശി കൃഷ്ണയ്ക്ക് അന്വേഷണ നേതൃത്വം. ആദായ നികുതി വകുപ്പിനെതിരെ കുടുംബം. സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്നും നടപടികൾ നിയമപരമെന്നും ആദായ നികുതി വകുപ്പ്. ദുരൂഹത അകറ്റണമെന്ന് കോൺഗ്രസ്. കേന്ദ്ര ഏജൻസിയുടേത് മനുഷ്യത്വ വിരുദ്ധ നടപടിയെന്ന് CPM. റോയിയുടെ സംസ്കാരം നാളെ ബനാർഘട്ടയിൽ. പഠനഭാരം കുറയ്ക്കാനൊരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. അടുത്ത വർഷം 10ാം ക്ലാസ്സിലെ സിലബസ് 25% കുറയ്ക്കുമെന്ന് V. ശിവൻകുട്ടി. തീരുമാനം സിലബസ് കൂടുതലാണെന്ന് കുട്ടികൾ പരാതിപ്പെട്ടതിനെ തുടർന്ന്. ഭിന്നശേഷി സംവരണ വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കർദിനാൾ മാർ ക്ലിമ്മീസ്. പറഞ്ഞ വാക്ക് സർക്കാർ പാലിക്കണം. പ്രതിഷേധം കടുപ്പിച്ച് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് നാളെ. നികുതി സ്ലാബുകളിൽ മാറ്റത്തിന് സാധ്യതയില്ലെന്ന സൂചന. കൂടുതൽ നിക്ഷേപ സൗഹൃദ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത. എയിംസ്, വിഴിഞ്ഞം അനുബന്ധ വികസനം, അതിവേഗ റെയിൽപാത സംബന്ധിച്ച് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കേരളം. സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. പവന് 6320 രൂപ കുറഞ്ഞ് 1,17,760 രൂപയായി. ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതിയെ പിന്തുണച്ച് UDF. സിൽവർ ലൈനിനെ എതിർത്ത് സാമ്പത്തിക പാരിസ്ഥിതിക കാരണങ്ങൾ കൊണ്ടെന്ന് VD സതീശൻ. റെയിലിൽ 10 വർഷം സർക്കാരിന്റെ നാടകം കണ്ടതാണെന്ന് പരിഹസിച്ച് BJP. ഒന്നിച്ചു പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് LDF. ചെങ്കോട്ട സ്ഫോടനത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. ലക്ഷ്യമിട്ടത് ജൂത ഉടമസ്ഥതയിലുള്ള കോഫി ശൃംഖലയുടെ ഇന്ത്യയിലെ ഔട്ട്ലെറ്റുകളെന്ന് വെളിപ്പെടുത്തൽ. വൈറ്റ് കോളർ ടെററിസം മൊഡ്യൂൾ കഴിഞ്ഞ 4 വർഷമായി സജീവമായിരുന്നുവെന്നും വിവരങ്ങൾ. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശശി തരൂരിനെ സജീവമാക്കാൻ കൂടിക്കാഴ്ച നടത്തി VD സതീശൻ. കേരള യാത്രയിൽ ഉൾപ്പെടെ സജീവമായി പ്രചാരണത്തിനുണ്ടാകുമെന്ന് തരൂരിന്റെ ഉറപ്പ്. പ്രകടന പത്രിക തയ്യാറാക്കുന്നതിലും സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നതിലും തരൂരിന് ചുമതല നൽകും. ഇത്തവണ മത്സരിക്കാനുള്ള മൂഡിലല്ലെന്ന് K. മുരളീധരൻ. കഴിഞ്ഞ തവണ 10 സീറ്റുകളും വേണമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. मी सुनेत्रा अजित पवार മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് സുനേത്ര പവാർ. മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രി. സ്ഥാനമേറ്റത് അജിത് പവാറിന്റെ വിയോഗത്തെ തുടർന്ന്. കാര്യവട്ടം 2020-ൽ ഇന്ത്യക്കെതിരെ ന്യൂസിലാൻഡിന് 272 റൺസ് വിജയലക്ഷ്യം. ഇഷാൻ കിഷന് സെഞ്ചുറി. 5ാം മത്സരത്തിലും നിറം മങ്ങി സഞ്ജു സാംസൺ. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം കസാഖിസ്ഥാൻ താരം എലേന റീബക്കീനയ്ക്ക് പരാജയപ്പെടുത്തിയത് ബെലാറൂസ് താരം അരീന സെബലങ്കയെ. പുരുഷ വിഭാഗം ഫൈനലിൽ അൽക്കാരസ് ജോക്കോവിച്ചിനെ നേരിടും. പത്തനംതിട്ട കോട്ടാങ്ങലിൽ നേഴ്സിനെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ പ്രതി നസീറിന് ജീവപര്യന്തം തടവും ശിക്ഷ. വിധി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടേത്. കൊലപാതകം നടന്നത് 2019 ഡിസംബർ 15-ന്. തിരുവനന്തപുരത്ത് ഓട്ടിസം ബാധിതനായ 10 വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ അധ്യാപകൻ കുറ്റക്കാരനെന്ന് കോടതി. അധ്യാപകന് 161 വർഷം തടവും പിഴയും. സ്റ്റോറി ഓഫ് ദ ഡേ. ജീവിത ചിത്രമായ ഒരു മരം.
CJ റോയിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. കുടുംബത്തിന്റെ ആരോപണത്തിന് പിന്നാലെ വ്യവസായി CJ റോയിയുടെ മരണം അന്വേഷിക്കാൻ SIT DIG വംശി കൃഷ്ണയ്ക്കാണ് അന്വേഷണ നേതൃത്വം. കർണാടക സർക്കാരാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. IT ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന് കുടുംബം മൊഴി നൽകിയതിന് പിന്നാലെയാണ് അന്വേഷണം പ്രത്യേക സംഘം ഏറ്റെടുക്കുന്നത്. റോയിയുടെ ഡയറിയും 2 ഫോണുകളും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. റോയിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. വെടിവെച്ചത് നെഞ്ചിന്റെ ഇടതുവശത്താണ്. ശ്വാസകോശവും ഹൃദയവും തകർന്നാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. CJ റോയിയുടെ സംസ്കാരം നാളെ നടക്കും. ബംഗളൂരുവിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണത്തിൽ വിശദമായ അന്വേഷണത്തിന് തയ്യാറെടുത്ത് കർണാടക ആഭ്യന്തര വകുപ്പ്. ഫോൺ വിളികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. CJ റോയിയുടെ മരണത്തെക്കുറിച്ച് കർണാടക CID അന്വേഷണം നടത്തും. റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അന്വേഷണം വ്യാപിപ്പിക്കും. വിഷയത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഡയറക്ടറും പരാതി നൽകിയിട്ടുണ്ട്. ആദായനികുതി വകുപ്പിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി റോയിയുടെ സഹോദരൻ CJ ബാബുവും രംഗത്തെത്തിയിട്ടുണ്ട്. IT വകുപ്പിൽ നിന്ന് വലിയ സമ്മർദ്ദം നേരിട്ടെന്നും എപ്പോഴാണ് തിരികെ വരുന്നതെന്ന് ചോദിച്ച് മരണദിവസം രാവിലെ CJ റോയ് തന്നെ വിളിച്ചിരുന്നതായും സഹോദരൻ ബാബു വെളിപ്പെടുത്തി. കൊച്ചിയിൽ നിന്നുള്ള ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ മാനസികമായി പീഡിപ്പിച്ചിരുന്നെന്നും ബാബു ആരോപിച്ചു. No other kind of, other than income tax issue, he had no other issues. That I am very sure. He didn't have threat, he didn't have loan, he didn't have any other threats or anything. But I don't know what happened with the income tax. I will have to go find out. കർണാടക പോലീസ് കോൺഫിഡന്റ് ഗ്രൂപ്പിലെ ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴികൾ രേഖപ്പെടുത്തി. CJ റോയിയുടെ പണമിടപാടുകളും പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് വ്യവസായികളെ കേന്ദ്ര ഏജൻസികൾ കൊണ്ടുപോകുന്നുവെന്നും സുപ്രീം കോടതി അടക്കം ഇക്കാര്യങ്ങൾ പരിശോധിക്കണമെന്നും വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് ആവശ്യപ്പെട്ടു. ഇത്തരം കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് നമ്മുടെ വ്യവസായികളെ കൊണ്ടുപോകുന്ന രീതി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കില്ലേ? ഒന്നുകിൽ ബോണ്ടിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ജയിലിൽ പോവുക, അല്ലെങ്കിൽ പിന്നെ BJP ചേരുക, അതല്ലെങ്കിൽ ഈ രൂപത്തിൽ ജീവൻ ഒടുക്കുക എന്ന അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളത് അതീവ ഗൗരവമായ കാര്യമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണം ഏറെ ഞെട്ടലുളവാക്കുന്നതാണ്, അപ്രതീക്ഷിതമാണ്. ഇത്തരം കേസുകൾ ഈ PLI ആക്ടിന് സവിശേഷമായ അധികാരമുള്ളത് അതിപ്പോൾ റിവ്യൂ ചെയ്യുന്നുണ്ട് സുപ്രീം കോടതി ഇത്തരം കാര്യങ്ങളിലൂടി ഒരു സുവമോട്ടോ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അന്തരിച്ച കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്ന് ആദായനികുതി വകുപ്പ് വൃത്തങ്ങൾ പറയുന്നു. പോലീസ് അന്വേഷണവുമായി സഹകരിക്കുമെന്നും റോയിയെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിട്ടില്ലെന്നുമാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. അമൃത ന്യൂസ്, കൊച്ചി. പ്രമുഖ വ്യവസായി CJ റോയിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരായ അന്വേഷണം വേണമെന്നും ഒരു ബിസിനസ്സുകാരൻ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനെ ഭയക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. CJ റോയിയുടെ മരണം ഞെട്ടിക്കുന്നതും ആശങ്കയുണ്ടാക്കുന്നുവെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളും പ്രതികരിച്ചു. എന്നാൽ വ്യവസായി CJ റോയിയുടെ മരണത്തിൽ കേന്ദ്ര ഏജൻസിയുടേത് മനുഷ്യത്വ വിരുദ്ധ നടപടിയെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. പ്രതികരണത്തിലേക്ക്. ഏത് തരത്തിലുള്ള ഒരു ഹറാസ്മെന്റ് ആണ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്ന് വ്യക്തമല്ല. കാരണം ഒരു ഇൻകം ടാക്സ് റെയ്ഡ് സാധാരണ നടക്കുന്ന ഒരിതാണ്. ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഒരു വ്യവസായി അത് പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഗൗരവതരമായ അന്വേഷണം നടത്തണം. അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിലുള്ള കാര്യത്തെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ഏജൻസി ഗൗരവതരമായി അന്വേഷിക്കണം. ഒരു ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു എന്നതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. ഒരു ദുരൂഹത അതിൻ്റെ പുറകിലുണ്ട്. അത് അന്വേഷിച്ച് അതിൻ്റെ സത്യം പുറത്തുവല്ല. പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൽ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ദാരുണമായിട്ടുള്ളൊരു അന്ത്യം അതിൽ ഞങ്ങൾക്കൊക്കെ വലിയ വിഷമം ഞെട്ടലുണ്ട്. അത് അന്വേഷണം നടത്തിയിട്ട് അതിൽ ദുരൂഹതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അന്വേഷണം നടത്തി അതിൻ്റെ യഥാർത്ഥ സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നാണ് പറയുന്നത്. റെയ്ഡിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തുന്ന ഏത് കാര്യമായാലും സ്വാഭാവികമായിട്ടും പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നായിരിക്കും. പിന്നെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളതിൻ്റെ പരിശോധന ഫലപ്രദമായിട്ട് നടത്തി തന്നെ വേണം എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. അന്വേഷണം നടത്തണം. അപ്പോഴാണ് ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ പുറത്തു വരിക. സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികളുടെ പഠനഭാരം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് നിർണായക തീരുമാനവുമായി വിദ്യാഭ്യാസ വകുപ്പ്. അടുത്ത അധ്യയന വർഷം മുതൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ സിലബസിൽ 25% കുറവ് വരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. സിലബസ് പൂർത്തിയാക്കാൻ അധ്യാപകർ നേരിടുന്ന ബുദ്ധിമുട്ടും കുട്ടികളുടെ മാനസിക സമ്മർദ്ദവും പരിഗണിച്ചാണ് നടപടി.
വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ദീർഘകാലത്തെ പരാതി പരിഗണിച്ചാണ് സിലബസ് വെട്ടിക്കുറയ്ക്കാൻ കരിക്കുലം കമ്മിറ്റി തീരുമാനിച്ചത്. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠനഭാരം ഗണ്യമായി കുറയ്ക്കാൻ സിലബസിൽ 25% കുറയ്ക്കും. എന്നാൽ പാഠഭാഗങ്ങൾ കുറയ്ക്കുമ്പോഴും വിഷയങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലോ ഗുണനിലവാരത്തിലോ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. നിശ്ചിത സമയത്തിനുള്ളിൽ പാഠഭാഗങ്ങൾ തീർക്കാൻ കഴിയാത്ത അധ്യാപകരുടെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾക്കും ഇതോടെ പരിഹാരമാകും. സിലബസ് വളരെ കൂടുതലാണെന്ന് കുട്ടികൾ തന്നെ പരാതിപ്പെട്ട സാഹചര്യത്തിലാണ് അടിയന്തര ഇടപെടൽ നടത്തുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. സിലബസിലെ 25% കുറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനകത്തിൻ്റെ ഉള്ളടക്കത്തിൽ കുറവ് വരുന്നില്ല. കുട്ടികൾക്ക് വലിയ ഭാരം നിറഞ്ഞ പുസ്തകം കൊണ്ടുപോകാൻ വലിയ പ്രയാസമായിരിക്കുന്നു. അധ്യാപകർക്ക് ഞാൻ സിലബസിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യവും പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടി കഴിയാത്ത സാഹചര്യം വന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കരിക്കുലം കമ്മിറ്റി അംഗീകരിച്ചു കഴിഞ്ഞു. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ ഒരു 25% പാഠഭാഗങ്ങൾ കുറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അമിതമായ പാഠഭാഗങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ ഒഴിവാക്കി പഠനം കൂടുതൽ ആസ്വാദികരമാക്കുകയാണ് ലക്ഷ്യം. വിദ്യാഭ്യാസ രംഗത്തെ ഈ മാറ്റം കുട്ടികൾക്ക് കൂടുതൽ ക്രിയാത്മകമായി പഠിക്കാനുള്ള അവസരമൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഭിന്നശേഷി സംവരണ വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അധ്യാപകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. കർദിനാൾ ബസലിയോസ് മാർ ക്ലിമ്മീസ് കത്തോലിക്ക ബാവ ധർണ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ പറഞ്ഞ വാക്കു പാലിക്കണമെന്ന് ക്ലിമ്മീസ് ബാവ ആവശ്യപ്പെട്ടു. കത്തോലിക്ക ബാവയുടെ പ്രസ്താവന വസ്തുതകൾക്ക് വിരുദ്ധമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അധ്യാപകർ സംയുക്തമായാണ് ഭിന്നശേഷി സംവരണ വിഷയത്തിൽ സർക്കാരിനെതിരെ വീണ്ടും ശക്തമായ പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റ് നടയിലേക്ക് എത്തിയത്. വിഷയത്തിൽ NSS സുപ്രീം കോടതിയിൽ നിന്നും നേടിയ വിധി മറ്റു മാനേജ്മെന്റുകൾക്ക് കൂടി ബാധകമാക്കി സർക്കാർ ഉത്തരവിറക്കുക, ഭിന്നശേഷി അധിക തസ്തികയിലെ അധ്യാപക നിയമനം അംഗീകരിച്ച് സർക്കാർ ഉത്തരവിറക്കുക, കേട്ടറ്റ് എല്ലാവർക്കും നിർബന്ധമാക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അധ്യാപകർക്കുള്ളത്. അധ്യാപകരുടെ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും മലങ്കര സുറിയാനി സഭാ മേജർ ആർച്ച് ബിഷപ്പ് ബസലിയോസ് മാർ ക്ലിമ്മീസ് ബാവ ഉദ്ഘാടനം ചെയ്തു. ഇക്കാര്യത്തിൽ സമയബന്ധിതമായി പരിഹാരം കാണുമെന്ന വാക്കുപാലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആയിരക്കണക്കിന് അധ്യാപകരോട് കാട്ടുന്ന ക്രൂരമായ ഒരു സമീപനം, അതിന് ഈ സർക്കാർ സമയബന്ധിതമായി ഒരു പരിഹാരം എത്തിക്കണം എന്നത് നിർബന്ധത്തോടും ആവശ്യബോധത്തോടും കൂടി ഉണർത്തിക്കുകയാണ്. ഇത് ഒരു അവകാശ പ്രക്ഷോഭം എന്നതിനപ്പുറത്ത് നീതിക്ക് വേണ്ടിയുള്ള ഒരു സമർപ്പണത്തിന്റെ പ്രത്യക്ഷമായ ഒരു പ്രക്ഷോഭമാണിത്. അതേസമയം ഭിന്നശേഷിക്കാരെ ആവശ്യത്തിന് ലഭിക്കുന്നില്ല എന്നത് ശരിയാണെന്നും കാതോലിക്ക ബാവ തിരുമേനിയുടെ പ്രസ്താവന വസ്തുതകൾക്ക് വിരുദ്ധമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഭിന്നശേഷി സംവരണം സർക്കാർ കൊണ്ടുവന്ന പ്രശ്നമല്ല. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും മാനേജ്മെന്റുകൾ അവരുടെ ഭാഗം വാദിക്കാൻ തയ്യാറായില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. ഭിന്നശേഷിക്കാരെ സഫീഷ്യൻ്റായിട്ട് കിട്ടുന്നില്ല എന്നുള്ള കാര്യം ശരിയാണ്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി കോടതി പോകേണ്ടാരും അഫക്റ്റഡ് പാർട്ടിയല്ലേ പോവേണ്ടത്. അവർ പോയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. അവർ പിന്നെ ബഹുമാനപ്പെട്ട ബാബ തിരുമേനിയുടെ പ്രസ്താവന വസ്തുതകളായിട്ട് ബന്ധമുള്ളതല്ല. ഇതെന്തായാലും ആ പ്രശ്നത്തിന് പരിഹാരം കാണും. അതിനൊരു വിഷമിക്കേണ്ട കാര്യമില്ല. അതേസമയം നീതി ലഭിക്കുന്നതുവരെ സർക്കാരിനെതിരെ സമരം തുടരാനാണ് എയ്ഡഡ് അധ്യാപകരുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മൂന്നാം മോദി സർക്കാരിന്റെ 3ാം ബജറ്റ് നാളെ രാവിലെ 11 മണിക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സംസ്ഥാനത്തിന് പ്രതീക്ഷകൾ ഏറെയാണ്. ആദായ നികുതിയിൽ ഇളവുണ്ടോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സാധ്യതയില്ല എന്നാണ് പുറത്തുവരുന്ന സൂചന. സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമെന്ന വിലയിരുത്തലിനിടെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. 29 ആവശ്യങ്ങളാണ് കേരളം ഉന്നയിച്ചിട്ടുള്ളത്. എയിംസ്, വിഴിഞ്ഞം തുറമുഖം, അതിവേഗ റെയിൽപാത സംബന്ധിച്ച് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. KN ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രിക്ക് ഇതിനോടകം കത്ത് കൈമാറിയിട്ടുണ്ട്. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചേക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിനും നിക്ഷേപത്തിനും ബജറ്റ് ഊന്നൽ നൽകിയേക്കും. തുടർച്ചയായി 9 ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് ഇതോടെ നിർമ്മല സീതാരാമനും സ്വന്തമാക്കുകയാണ്. ജനപ്രിയ പദ്ധതികൾക്കൊപ്പം ഭാവി വികസനം കൂടി ലക്ഷ്യമിട്ടായിരിക്കും നിർമ്മല സീതാരാമൻ തന്റെ 9ാമത് ബജറ്റ് അവതരിപ്പിക്കുക. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാനും നടപടിയുണ്ടാകും.
AI അടക്കമുള്ള സാങ്കേതിക മേഖലയ്ക്കും ബജറ്റിൽ മുൻഗണന ലഭിച്ചേക്കും. സ്ത്രീ ശാക്തീകരണ പദ്ധതികളും പ്രതീക്ഷിക്കാം. കൂടാതെ ഓട്ടോമൊബൈൽ, പ്രതിരോധം, ഇലക്ട്രോണിക്സ് തുടങ്ങിയ മേഖലകൾക്ക് ബജറ്റിൽ കൂടുതൽ പ്രാധാന്യം നൽകുമെന്നാണ് പ്രതീക്ഷ. റോഡുകൾ, റെയിൽ തുടങ്ങി അടിസ്ഥാന വികസന പദ്ധതികൾക്കും പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇത്തവണ നികുതി സ്ലാബുകളിൽ മാറ്റം വരുത്താൻ സാധ്യത ഇല്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. 2026 ഏപ്രിൽ 1 മുതൽ പുതിയ ഇൻകം ടാക്സ് ആക്ട് നടപ്പാക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പുതിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത കുറവാണ്. 2025 ബജറ്റിൽ ആദായ നികുതി വരുമാന പരിധി 12 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിരുന്നു. അതേസമയം ശമ്പള വരുമാനക്കാരുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പരിധി ഉയർത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. ഇത് 1 ലക്ഷമായി ഉയർത്തുമെന്നാണ് പ്രതീക്ഷ. ദമ്പതികളുടെ വരുമാനം ഒരുമിച്ച് ചേർത്ത് ആദായ നികുതി നിശ്ചയിക്കുന്ന ജോയിന്റ് ടാക്സ് സംവിധാനം കൊണ്ടുവരും. ആഭ്യന്തര വിപണിയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളാകും കൂടുതലായി ഉണ്ടാവുക. ഭവന വായ്പകളുടെ പലിശയിൽ കൂടുതൽ ഇളവ് പ്രതീക്ഷിക്കാം. ഡോളറുമായുള്ള വിനിമയ മൂല്യത്തിൽ രൂപ പുതിയ താഴ്ചകളിലേക്ക് നീങ്ങുന്ന സാഹചര്യമായതിനാൽ ഇറക്കുമതി, കയറ്റുമതി എന്നിവയുമായി ബന്ധപ്പെട്ട് ഉത്തേജനം നൽകുന്ന പാക്കേജുകൾ പ്രതീക്ഷിക്കാം. ഇതോടൊപ്പം ഇന്ത്യയിലേക്ക് കൂടുതലായി വിദേശ നിക്ഷേപം ആകർഷിക്കാനും സർക്കാരിന് സാധിക്കും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. പ്രധാനമായും എയിംസ് ഉണ്ടാകുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര ബജറ്റിൽ പ്രത്യേക പദ്ധതികൾ വേണമെന്നും റബ്ബറിന്റെ താങ്ങുവില ഉയർത്തണമെന്നും കേരളം ആവശ്യപ്പെട്ടിരുന്നു. തിരുവനന്തപുരം, കാസർഗോഡ് അതിവേഗ റെയിൽപാത സംബന്ധിച്ചും പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം. ഇതിന് പുറമെ ശബരി റെയിൽപാത തുടങ്ങി വിവിധ പദ്ധതികളിലും കേരളം പ്രതീക്ഷയിലാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV. കേന്ദ്ര ബജറ്റിന്റെ തത്സമയ വിവരങ്ങൾ നാളെ അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനലിൽ പ്രേക്ഷകർക്ക് തത്സമയം കാണാവുന്നതാണ്. സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. പവന് 6320 രൂപ കുറഞ്ഞ് 1,17,760 രൂപയായി. ഗ്രാമിന് 790 രൂപയാണ് കുറഞ്ഞത്. 1 ഗ്രാമിന്റെ വില 14,720 രൂപയാണ്. തുടർച്ചയായി 2ാം ദിവസമാണ് സ്വർണത്തിന്റെ വില ഇടിയുന്നത്. ഇന്നലെ സ്വർണത്തിന്റെ വില പവന് 5,240 രൂപ കുറഞ്ഞ് 1,25,120 രൂപയായിരുന്നു. 1 ഗ്രാമിന് 655 രൂപയും ഇന്നലെ കുറഞ്ഞിരുന്നു. ആഗോളതലത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനാൽ വരും ദിവസങ്ങളിലും വിപണിയിൽ കനത്ത ചാഞ്ചാട്ടത്തിന് സാധ്യതയുണ്ട്. ഇ ശ്രീധരന്റെ റെയിൽ പദ്ധതിയാണ് കേരളത്തിൽ കൂടുതൽ അനുയോജ്യമെന്ന് UDF. കേരളത്തിന്റെ പദ്ധതിയോട് എതിർപ്പില്ലെന്നും സിൽവർ ലൈനിനെ എതിർത്തത് പാരിസ്ഥിതിക കാരണങ്ങൾ കൊണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. റെയിലിൽ 10 വർഷം സർക്കാരിന്റെ നാടകം കണ്ടതാണെന്ന് പരിഹസിച്ച് BJP. അതേസമയം ഇ ശ്രീധരനുമായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് LDF കൺവീനറും വ്യക്തമാക്കി. കേന്ദ്രം കേരളത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന അതിവേഗ റെയിൽ പദ്ധതിയും അതിനു പിന്നാലെ കേരളം പ്രഖ്യാപിച്ച RRTS-ഉം തള്ളിപ്പറയാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. കേരളത്തിന്റെ റെയിൽ വികസനത്തിന് കൊണ്ടുവരുന്ന ഏതൊരു പദ്ധതിയെയും സ്വാഗതം ചെയ്യുന്നുവെങ്കിലും അതിന്റെ പ്രായോഗിക വശങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് പ്രതിപക്ഷം. കേന്ദ്രം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന അതിവേഗ റെയിൽപാതയിൽ ഇ ശ്രീധരനാണ് ചുമതല. കേരളത്തിന്റെ സാമൂഹ്യ പാരിസ്ഥിതിക അന്തരീക്ഷത്തിൽ ഇ ശ്രീധരന്റെ പദ്ധതിയാണ് കൂടുതൽ അനുയോജ്യമെന്ന് പ്രതിപക്ഷം പറയുന്നു. നല്ല ഒരു പ്രോജക്റ്റ് കേരളത്തിൽ അതിവേഗ ട്രെയിൻ കൊണ്ടുവരുന്നതിന് ഞങ്ങളാരും എതിരല്ല. വരണം, കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മാറണം. പക്ഷേ അതിന് പാരിസ്ഥിതികമായി പരിശോധനകൾ നടത്തി സാമ്പത്തികമായി കേരളത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു പദ്ധതി വരട്ടെ. കുറേ കൂടെ നല്ലത് ശ്രീധരൻ്റെ പ്രപ്പോസലായിരിക്കും കുറേ കൂടെ നല്ലതെന്നാണ് എനിക്ക് മൊത്തത്തിൽ തോന്നുന്നത്. കാരണം സംസ്ഥാനത്തിന് ചെലവ് കുറവാണ്. സംസ്ഥാന സ്ഥലം അക്വയർ ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ നിർമ്മാണ ചുമതലകൾ കേന്ദ്രം വഹിക്കും. അതേസമയം ഇ ശ്രീധരന്റെ പദ്ധതിയാണ് കേരളത്തിന് വേണ്ടതെന്ന് വാദിക്കുന്ന BJP 10 വർഷം കേരളിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ നാടകം കണ്ടതാണെന്ന് പരിഹസിക്കുന്നു. അദ്ദേഹത്തിന് ഈ ഒരു ഏരിയയിൽ, ഈ മേഖലയിൽ അദ്ദേഹത്തിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസും കഴിവും താല്പര്യമുള്ള വേറെ ആരുമില്ല. അപ്പോൾ നാടിനു വേണ്ടി ഒരു റെയിൽവേ സ്കീം അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഗുണം ചെയ്യുമെന്നാണ് ഞങ്ങൾക്കൊരു ഉറപ്പ്. അപ്പോൾ ഞങ്ങൾ ഒപ്പം ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് 100% വിശ്വാസമുണ്ട്. പക്ഷേ സംസ്ഥാന ഗവൺമെന്റിൽ വിശ്വാസമില്ല. അത് 100% ഞാൻ പറഞ്ഞത്. എന്നാൽ കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് ഇ ശ്രീധരനുമായി യോജിച്ച് പ്രവർത്തിക്കാനും തയ്യാറാണെന്ന് LDF കൺവീനറും വ്യക്തമാക്കി. കേന്ദ്രം തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള മറ്റൊരു പദ്ധതിയാണ് RRT. അത് നടപ്പിലാക്കാൻ തയ്യാറാണ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഹൈസ്പീഡ് ട്രെയിനിൽ യാത്ര ചെയ്തവർക്ക് ആ സൗകര്യം വേണം എന്നേ ചിന്തിക്കാൻ കഴിയുള്ളൂ. കേരളത്തിൻ്റെ റെയിൽ വികസനത്തിന് ശ്രീധരൻ്റെ അഭിപ്രായമാണ് നടപ്പിലാക്കേണ്ടതെങ്കിൽ അതിന് ഗവൺമെന്റ് തയ്യാറാണ്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ ഇതിന്റെ പ്രായോഗിക തലങ്ങളിലേക്ക് വിശദമായ പഠനം നടത്തണമെന്നാണ് വിദഗ്ധർ ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ചെങ്കോട്ട സ്ഫോടനത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. സംഭവത്തിൽ അറസ്റ്റിലായ ഡോക്ടർമാരുടെ സംഘം ജൂത മതവിശ്വാസിയുടെ ഉടമസ്ഥതയിലുള്ള ആഗോള കോഫി ശൃംഖലയുടെ ഔട്ട്ലൈറ്റുകളിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 2025 നവംബർ 10 നടന്ന ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഗൂഢാലോചന സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത്. വൈറ്റ് കോളർ ഭീകരസംഘം ലക്ഷ്യമിട്ടത് ജൂത ഉടമസ്ഥതയിലുള്ള ഒരു ആഗോള കോഫി ശൃംഖലയുടെ ഇന്ത്യയിലെ ഔട്ട്ലെറ്റുകൾ തകർക്കാനെന്നാണ് വെളിപ്പെടുത്തൽ. ഇതിനായി ഡൽഹിയിലെയും മറ്റ് നഗരങ്ങളിലെയും കോഫി ഷോപ്പുകൾ ലക്ഷ്യമിട്ടു. പ്രധാന നഗരങ്ങളിലെ കോഫി ചെയിൻ ഔട്ട്ലെറ്റുകൾ ആക്രമിക്കുന്നതിലൂടെ ഗാസയിലെ ഇസ്രയേലിന്റെ സൈനിക നടപടിക്കെതിരെ ശക്തമായ സന്ദേശം നൽകാനാണ് പ്രതികൾ ഉദ്ദേശിച്ചത്. വൈറ്റ് കോളർ ടെററിസം മൊഡ്യൂൾ കഴിഞ്ഞ 4 വർഷമായി സജീവമായിരുന്നുവെന്നും വെളിപ്പെടുത്തലുണ്ട്. ഈ വർഷങ്ങളിലെല്ലാം പ്രതികൾ സ്ഫോടനത്തിനായി മുന്നൊരുക്കങ്ങൾ നടത്തി. മാത്രമല്ല, ആക്രമണ ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭീകരർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ള വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ സുരക്ഷാ സേനയെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്താൻ സംഘത്തിലെ ചിലർ ചർച്ചയ്ക്കിടെ ആവശ്യപ്പെട്ടതായും വിവരമുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. മഞ്ഞുരുകലിന് പിന്നാലെ VD സതീശന്റെ നിർണായക നീക്കം. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശശി തരൂരിനെ ഒപ്പം നിർത്താൻ പ്രതിപക്ഷ നേതാവ്. 6-ാം തീയതി മുതൽ ആരംഭിക്കുന്ന കേരള യാത്രയ്ക്ക് മുന്നോടിയായി ശശി തരൂരിനെ ഫ്ളാറ്റിൽ ചെന്ന് കണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന യാത്രയിൽ ഉടനീളം മുൻനിരയിൽ ഉണ്ടാകുമെന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സജീവമായി ഉണ്ടാകുമെന്നും തരൂർ ഉറപ്പു നൽകി. പ്രകടന പത്രിക തയ്യാറാക്കുന്നതിലും സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നതിലും തരൂരിന് ചുമതല നൽകും. 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു. കോൺഗ്രസ് വിട്ട് താൻ എങ്ങോട്ടുമില്ലെന്ന് ശശി തരൂരും ആവർത്തിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുക എന്നതിനപ്പുറം മറ്റൊന്നിനെക്കുറിച്ചും കോൺഗ്രസ് ഇപ്പോൾ ചിന്തിക്കുന്നില്ല. പാർട്ടിക്കുള്ളിലെ എല്ലാ പടലപ്പിണക്കങ്ങളും അസ്വാരസ്യങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കാൻ നേതാക്കൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങുകയാണ്. ടീം UDF എന്ന സന്ദേശം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ താഴെത്തട്ട് വരെ എത്തിക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയും നേരിട്ട് കണ്ട പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തതോടെ തരൂർ KPCC ആസ്ഥാനത്തെത്തിയത് എല്ലാ പിണക്കങ്ങളും മാറ്റിവെച്ചു തന്നെയാണ്. തരൂരിനെ സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം ചേർത്തു നിർത്തുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തരൂരിനെ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ ചെന്ന് കണ്ടത്. ഫെബ്രുവരി 6 മുതൽ 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന കേരള യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. അതിനു തൊട്ടു മുൻപുള്ള ഈ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യവുമുണ്ട്. താൻ നയിക്കുന്ന യാത്ര മുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ദിവസം വരെയും തരൂരിന്റെ സജീവ സാന്നിധ്യം പ്രധാന ഘടകമാണെന്ന തിരിച്ചറിവിലാണ് VD സതീശൻ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തരൂർ വിഷയം ഒരു ചർച്ചയാക്കാൻ സതീശൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുകയാണ്. പ്രകടന പത്രിക തയ്യാറാക്കുന്നതിലും സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നതിലും തരൂരിനാകും ചുമതല. VD സതീശന്റെ യാത്രയിൽ താൻ മുൻനിരയിൽ ഉണ്ടാകുമെന്നും തരൂർ ഉറപ്പു നൽകി. പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണത്തിൽ ചുവടുറപ്പിക്കാൻ തന്നെയാണ് തരൂരിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് 10-ൽ കുറയാത്ത സീറ്റുകളിൽ മത്സരിക്കണമെന്ന് ഉന്നതാധികാര സമിതി യോഗം ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതൃത്വവുമായുള്ള ചർച്ചകൾക്ക് ചെയർമാൻ PJ ജോസഫിനെ യോഗം ചുമതലപ്പെടുത്തി. കേരള കോൺഗ്രസിന്റെ സീറ്റുകളിൽ ഒന്നുപോലും കോൺഗ്രസിൽ നിന്നും ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് പറഞ്ഞു. തൊടുപുഴയിൽ PJ ജോസഫ് തന്നെ മത്സരിക്കുമെന്ന് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDFൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗം കോട്ടയത്ത് നടന്നത്. തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് സീറ്റുകളിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന് യോഗം തീരുമാനമെടുത്തു. ആവശ്യമെങ്കിൽ ജയസാധ്യത നോക്കി സീറ്റുകൾ വെച്ചുമാറാൻ തയ്യാറാണ്. എന്നാൽ 10 സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിനെ പോലെ കോൺഗ്രസിനും 20% സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാനായതെന്നും യോഗം ചൂണ്ടിക്കാട്ടി. UDFൽ സീറ്റ് ചർച്ചകൾ നടക്കുന്നതേയുള്ളൂവെന്നും ഇത്തവണയും 10 സീറ്റുകൾ വേണമെന്ന ആവശ്യം UDFൽ ഉന്നയിച്ചിട്ടുള്ളതായും യോഗത്തിന് ശേഷം പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള കോൺഗ്രസിന്റെ ഏതെങ്കിലും സീറ്റിനായി കോൺഗ്രസിൽ നിന്നും ആരും ആവശ്യം ഉന്നയിച്ചിട്ടില്ല. സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യത്തിലും ഇതുവരെ ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. സീറ്റുകൾ സംബന്ധിച്ച ചർച്ചകൾക്കും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനും പാർട്ടി ചെയർമാനെ യോഗം ചുമതലപ്പെടുത്തിയതായും മോൻസ് ജോസഫ് പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ചർച്ചകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. പാർട്ടിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റിലാണ് മത്സരിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ പാർട്ടി ചെയർമാൻ ജോസഫ് സാർ തന്നെ ഇവിടെ വ്യക്തമാക്കി, പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ള 10 സീറ്റും കേരള കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കണം എന്ന ആവശ്യം UDF യോഗത്തിൽ പാർട്ടി ഉന്നയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലുള്ള ചർച്ചകളിലും അതിൻ്റെ കൂടുതൽ വ്യക്തതയിലേക്ക് അല്ലെങ്കിൽ വിശദാംശങ്ങളിലേക്ക് വരും ദിവസങ്ങളിലുള്ള ചർച്ചകളിൽ കടക്കാം. തൊടുപുഴയിൽ ചെയർമാൻ PJ ജോസഫ് തന്നെയാവും ഇത്തവണയും മത്സരിക്കുകയെന്ന് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് വ്യക്തമാക്കി. തൊടുപുഴയിൽ നിലവിൽ PJ ജോസഫ് MLA ഇവിടെ ഉണ്ട്. അപ്പോൾ പാർട്ടിയുടെ ഉന്നത സമിതികൾ ചേർന്നിട്ടാണ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. നിലവിൽ ഇപ്പോൾ തൊടുപുഴയിൽ തൽസ്ഥിതി
തുടർന്നുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ. കോട്ടയത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിൽ ചെയർമാൻ പി ജെ ജോസഫ് അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് ചെയർമാൻ പി സി തോമസ്, ഫ്രാൻസിസ് ജോർജ് എം പി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോട്ടയം. പി വി അൻവറിനോട് ബേപ്പൂരിൽ മത്സരിക്കാൻ UDF ആവശ്യപ്പെട്ടുവെന്ന് തൃണമൂൽ കേരള ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പൻ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പി വി അൻവർ പ്രചാരണം തുടങ്ങിയത്. UDF പറയുന്നിടത്ത് തൃണമൂൽ മത്സരിക്കും. UDFനോട് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. പി വി അൻവർ നേതൃത്വം കൊടുക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ആ പാർട്ടിയുടെ പ്രതിനിധിയായി ബേപ്പൂരിൽ പ്രിയപ്പെട്ട പാർട്ടി ലീഡർ അദ്ദേഹം അനൌദ്യോഗികമായ പ്രചരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തുടർന്ന് ഔദ്യോഗികമായ ചർച്ചകൾ UDFുമായി വരും ദിവസങ്ങളിൽ നടക്കും. അതിനുശേഷം ഔദ്യോഗികമായ പ്രഖ്യാപനത്തിന് ശേഷം ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം വളരെ പറഞ്ഞാൽ ഓപ്പണായിട്ടുള്ള പ്രചരണ പരിപാടികൾക്ക് പാർട്ടി തുടക്കം കുറിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ മഹാരാഷ്ട്രയുടെ പുതിയ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. നിലവിൽ രാജ്യസഭാ MP-യാണ് സുനേത്ര. ഇതോടെ സംസ്ഥാന ചരിത്രത്തിൽ ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയായി സുനേത്ര പവാർ. സത്യപ്രതിജ്ഞയ്ക്കായി സുനേത്രയെ ക്ഷണിച്ചപ്പോൾ അജിത് ദാദ അമർ രഹേ മുദ്രാവാക്യം മുഴക്കിയാണ് NCP പ്രവർത്തകർ വരവേറ്റത്. മുംബൈയിലെ ലോക് ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആചാര്യ ദേവ്രത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, ഏകനാഥ് ഷിൻഡെ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. സുനേത്ര അജിത് പവാർ. നേരത്തെ അജിത് പവാറിന്റെ ഛായാചിത്രത്തിന് മുമ്പിൽ പൂക്കൾ അർപ്പിച്ചാണ് സുനേത്ര വീട്ടിൽ നിന്നും സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയത്. മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രി എന്ന ഖ്യാതിയോടെയാണ് സുനേത്ര പവാർ അധികാരമേറ്റത്. ബാരാമതിയിൽ ഇന്ന് നടന്ന NCP യോഗത്തിൽ സുനേത്രയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. നിലവിൽ രാജ്യസഭാ MP-യാണ് സുനേത്ര. സുനേത്രയ്ക്ക് ആശംസ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ രംഗത്ത് വന്നു. അജിത് പവാറിന്റെ പിൻഗാമിയായി ഭാര്യ സുനേത്ര ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നതിൽ പാർട്ടിയിൽ ഭിന്നാഭിപ്രായമില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സുനേത്ര അതേ വർഷം ജൂണിലാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ആയതോടെ രാജ്യസഭാ അംഗത്വം സുനേത്ര പവാർ രാജിവെക്കും. അജിത് പവാറിന്റെ ബാരാമതി നിയമസഭാ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പിൽ സുനേത്ര ജനവിധി തേടുമെന്നും പാർട്ടി വ്യക്തമാക്കി. സുനേത്രയുടെ ഈ പുതിയ പദവി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വൻ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സുനേത്ര പവാർ സംസ്ഥാന മന്ത്രിസഭയിലെത്തുന്നതോടെ രാജ്യസഭാ സീറ്റിലേക്ക് മകൻ പാർത്ഥ് പവാറിനെ അയക്കാനും നീക്കമുണ്ട്. ഇതിനൊപ്പം പാർട്ടിയിൽ പുനഃസംഘടനാ ചർച്ചകളും പുരോഗമിക്കുകയാണ്. ബുധനാഴ്ചയാണ് മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിലെ ബാരാമതിയിൽ ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഉൾപ്പെടെ 6 പേർ സഞ്ചരിച്ചിരുന്ന ചാർട്ടേഡ് വിമാനം തകർന്നു വീണത്. അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുവാനുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കായിക വാർത്തകൾ നോക്കാം. ന്യൂസിലൻഡിനെതിരായ 5ാം T20യിൽ ഇന്ത്യക്ക് ജയം. 46 റൺസിനാണ് ഇന്ത്യയുടെ ജയം. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ ഇഷാൻ കിഷന്റെ സെഞ്ചുറി കരുത്തിൽ 271 റൺസ് നേടിയിരുന്നു. സഞ്ജു ഇത്തവണയും നിരാശപ്പെടുത്തി 6 റൺസ് മാത്രമാണ് നേടിയത്. സൂര്യകുമാർ യാദവ് 30 പന്തിൽ 63 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ന്യൂസിലാൻഡ് പൊരുതിയെങ്കിലും ഇന്ത്യയുടെ മികച്ച ബൌളിംഗ് പ്രകടനത്തിൽ തകർന്നു വീണു. 225 റൺസിന് ന്യൂസിലൻഡ് പുറത്തായി. അഷ്ദീപ് സിംഗ് 5 വിക്കറ്റ് നേടി. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം കസാഖിസ്ഥാൻ താരം എലേന റീബക്കീനയ്ക്ക്. ഫൈനലിൽ ബെലാറൂസ് താരം അരീന സബലങ്കയെ 4-6, 6-4, 4-6 എന്ന സ്കോറിനാണ് റീബക്കീന കീഴടക്കിയത്. ആദ്യ സെറ്റ് നേടിയ റീബക്കീന 2ാം സെറ്റ് കൈവിട്ടുവെങ്കിലും അവസാന സെറ്റിൽ ശക്തമായി തിരിച്ചുവരികയായിരുന്നു. എലേന റീബക്കീനയുടെ 2ാം ഗ്രാൻഡ് സ്ലാം കിരീടമാണ് ഇത്. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഫൈനലിൽ നാളെ ലോക 1-ാം നമ്പർ താരം കാർലോസ് അൽക്കാരസും സെർബിയൻ സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ചും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം 2 മണിക്കാണ് മത്സരം. യാനിക് സിന്നറിനെ തകർത്താണ് ജോക്കോവിച്ച് ഫൈനലിലേക്ക് എൻട്രി നേടിയത്. അലക്സാണ്ടർ സ്വരേവിനെ തോൽപ്പിച്ചാണ് അൽക്കാരസ് ഫൈനലിൽ എത്തിയത്. പത്തനംതിട്ട കോട്ടാങ്ങലിൽ നേഴ്സിനെ ബലാത്സംഗം ചെയ്ത് ജീവനോടെ കെട്ടിത്തൂക്കി കൊന്ന കേസിൽ പ്രതി നസീറിന് ജീവപര്യന്തം തടവ് ശിക്ഷ. ബലാത്സംഗത്തിന് 10 വർഷവും വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് 7 വർഷവും ശിക്ഷ വിധിച്ചു. പത്തനംതിട്ട ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. 2019 ഡിസംബർ 15-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം.
ഭർത്താവുമായി പിണങ്ങി സ്കൂൾ കാലഘട്ടത്തിലെ സുഹൃത്തുമായി ജീവിച്ചു വരവെ 2019 ഡിസംബർ 15-നായിരുന്നു ടിഞ്ചു കൊല്ലപ്പെടുന്നത്. ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസ് ആദ്യം അന്വേഷിച്ച ലോക്കൽ പോലീസ് കൊല്ലപ്പെട്ട ടിഞ്ചുവിനൊപ്പം താമസിച്ചു വന്ന ആൺസുഹൃത്തായ ടിജിനെ പ്രതിയെന്ന് സംശയിച്ചു. ഇതിന്റെ പേരിൽ അതിക്രൂര മർദ്ദനമാണ് പെരുമ്പട്ടി പോലീസ് സ്റ്റേഷനിൽ ടിജിൻ നേരിട്ടത്. എന്നാൽ അന്വേഷണം എങ്ങും എത്തിയില്ല. ഒടുവിൽ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ഈ സമയത്തൊന്നും യഥാർത്ഥ പ്രതിയായ തടിക്കച്ചവടക്കാരൻ നസീർ സംശയനിഴലിലേ ഇല്ലായിരുന്നു. എന്നാൽ അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ടിഞ്ചുവിന്റെ ശരീരത്തിലുണ്ടായിരുന്ന കെട്ട് അന്വേഷണ സംഘത്തിന് അസാധാരണമായി തോന്നി. തടിക്കച്ചവടക്കാരോ തടിപ്പണിക്കാരോ കെട്ടുന്നത് പോലെയായിരുന്നു അത്. തുടർന്ന് സംഭവ ദിവസം ടിഞ്ചുവിന്റെ വീട്ടിലെത്തി മടങ്ങിയ നസീറും അന്വേഷണ പരിധിയിലേക്ക് എത്തി. ടിഞ്ചുവിന്റെ നഖത്തിനുള്ളിൽ നിന്നും ലഭിച്ച ശരീരത്തിലെ തൊലിയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം പ്രതി നസീർ തന്നെയെന്ന് ഉറപ്പിച്ചു. സത്യം പുറത്തു വന്നതിൽ സന്തോഷമെന്നും തനിക്കും ടിഞ്ചുവിന്റെ ആത്മാവിനും നീതി ലഭിച്ചെന്നും ടിജിൻ പറഞ്ഞു. ഞാൻ എന്നേക്കുമായിട്ട് ജയിലിലായി പോകേണ്ട ഒരാളാണ്. എനിക്കും നീതി കിട്ടി, ആ പെൺകുട്ടിക്കും നീതി കിട്ടി. യഥാർത്ഥ പ്രതിക്കുള്ള ശിക്ഷയും വാങ്ങിക്കൊടുക്കാൻ പറ്റിയതിൽ ദൈവത്തിനോടും ഇവരോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പത്തനംതിട്ട ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. ബലാത്സംഗത്തിന് 10 വർഷവും വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് 7 വർഷവും ഉൾപ്പെടെയാണ് ശിക്ഷ. ഇതിനു പുറമെ 10 ലക്ഷം രൂപ പിഴയും വിധിച്ചു. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഓട്ടിസം ബാധിതനായ 10 വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ അധ്യാപകന് 161 വർഷം തടവ് ശിക്ഷ വിധിച്ച കോടതി. തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതിയുടേതാണ് വിധി. 87,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. പ്രൗഢിക്കോണം സ്വദേശിയും കുട്ടിയുടെ അധ്യാപകനുമായ സന്തോഷ് കുമാറാണ് കുറ്റക്കാരൻ. 2019 ജൂലൈ മാസമാണ് കേസിനാസ്പദമായ സംഭവം. സ്കൂളിൽ വെച്ച് കുട്ടിയെ ഭീഷണിപ്പെടുത്തിയായിരുന്നു ഉപദ്രവം. പ്രത്യേക മെഡിക്കൽ സംഘത്തെ രൂപീകരിച്ചായിരുന്നു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്.